ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ 90s കിഡ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു 7ലോ 8ലോ പഠിക്കുന്ന ഒരു സമയം ഞങ്ങളിങ്ങനെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അനിയൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും കഥ പറഞ്ഞു തരും ചേച്ചി എന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കഥകൾ കേട്ടതും പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കി പറയുന്നൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അന്ന് നമുക്ക് TV മൊബൈൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, എന്റർടൈൻമെന്റ് അങ്ങനെ ഒന്നും ഇല്ല. ആകെപ്പാടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന റേഡിയോ ആണ്. കഥ പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കഥയുടെ സ്റ്റോക്ക് ഒക്കെ ഓൾറെഡി തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ ആ സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്ന കുറച്ച് വരികൾ ഞാനിങ്ങനെ ഒരു എഴുതി വെച്ചതിന് ശേഷം അവർ പറഞ്ഞു കൊടുത്തല്ല, ചുമ്മാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ അതൊരു പാട്ട് പോലെ അവനിങ്ങനെ പാടി കൊടുത്തോണ്ടിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, കംപ്ലീറ്റ് എൻഡിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പാടി കേൾപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. പണ്ടൊരു കുട്ടികൾക്ക് പ്രിയങ്കരിയായൊരമ്മയുണ്ട്. സായാഹ്ന സൂര്യൻ ദൂരെ മറയാനൊരുങ്ങുമ്പോൾ കുന്നിൻ ചേരുവിലായ കുഞ്ഞുങ്ങൾ ഒത്തുചേരും. ഓലക്കമ്മലുമിട്ട് നീളൻ പാടിയും കുത്തി കുന്നിൻ ചേരുവിലൂടെ ഉണ്ണുലി വരുന്നുണ്ട്. പല്ലെല്ലാം ഓട കാട്ടി ഉണ്ണുലി വിളിക്കുമ്പോൾ കുട്ടിയോളോ അമ്മൂമതൻ ചുറ്റിലായോടി കൂടും. ആ മനോഹരമായ കാഴ്ച കണ്ടാലത് ചിത്രശലഭങ്ങൾ കുസുമം കണ്ട പോലെ. എന്നും സന്ധ്യാനേരം ഉണ്ണുലി കഥ കേൾക്കാൻ കാതോർത്തിരിക്കും നല്ലി കുഞ്ഞിളം മനസ്സുകൾ. അന്നും പതിവു പോലെ കുഞ്ഞുങ്ങൾ ഒത്തുകൂടി കാത്തു കാത്തിരുന്നിട്ടും ഉണ്ണുലി വന്നതില്ല. ഇന്നലെ ഞാൻ ഈ സോങ് പാടാൻ ഒരു റീസൺ ഉണ്ട്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ സോങ് അവന് ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അവൻ ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇത്രേ പാടുന്നുള്ളൂ. ഫുൾ സോങ് പാടിക്കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. കവിതയുടെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഞാൻ പാടും.